ശ്രീശാന്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ മാതൃഭൂമിയിൽ ഇന്ന് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് മലയാളികളുടെ ദ പ്രൈഡ്, ഒരു കാലത്ത് എന്നല്ല ഇപ്പോഴും അങ്ങനെ പ്രൗഡ് ആൻഡ് പ്രൈഡ് തന്നെയാണ്. സം അൺഫോർച്ചുനേറ്റ് തിങ്സ് ഹാപ്പൻഡ് ഇൻ ഹിസ് ക്രിക്കറ്റ് കരിയർ. നല്ല മനുഷ്യനാണ്, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഗുഡ് ഹ്യൂമൻ ബീങ്, എ ഗുഡ് സോളാണ് ശ്രീശാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീബായി ഇന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അങ്ങേരുടെ ഈ ക്രിക്കറ്റ് ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ക്രിക്കറ്റ് സർക്കിളിൽ ആരൊക്കെയായിട്ട് കണക്റ്റഡ് ആണ്, കേസിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അത് ബയോപിക്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ സംഗതി ഇങ്ങേരും ഹർഭജൻ സിംഗും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ശ്രീശാന്തിൻ്റെ കരിയർ എടുത്തു നോക്കിയാൽ ശ്രീശാന്തിൻ്റെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ശ്രീശാന്തിൻ്റെ കോൺട്രവേഴ്സി, അല്ലേ? ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫാസ്റ്റ് ബോളർ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ദ മോസ്റ്റ് അഗ്രസീവ് ഫാസ്റ്റ് ബോളർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രീശാന്താണ്. ശ്രീശാന്തിന് മുമ്പോ ശ്രീശാന്ത് കഴിഞ്ഞിട്ടോ അത്രയും അഗ്രഷനുള്ളൊരു ഫാസ്റ്റ് ബോളർ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ആൻഡ് അത്രയും നല്ല സീം പൊസിഷനിൽ ബോൾ എറിയുന്ന വേറൊരു ബോളറെ ഞാൻ കണ്ടിട്ടില്ല. ഭുവി വാസ് ഒരു പരിധി വരെ ഭുവനേശ്വർ കുമാർ വാസ് ദെയർ, ബട്ട് സ്റ്റിൽ ശ്രീശാന്ത് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ. അപ്പോൾ എന്താണെങ്കിലും ശ്രീശാന്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കാണാം. ഇതിനകത്ത് ഈ ഹർഭജൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറയണമെന്ന് തോന്നി. ഓക്കെ, ബിക്കോസ് ഹർഭജൻ സിംഗ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പല ഇൻ്റർവ്യൂസിലായിട്ട് ഹർഭജൻ സിംഗ് റിപ്പീറ്റഡ്ലി മാപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അന്ന് സംഭവിച്ച കാര്യത്തിന് ഇങ്ങനെ ഒരുപാട് വട്ടടി ശ്രീശാന്തിനോടും പറഞ്ഞിട്ടുണ്ട് മാപ്പ്, ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീശാന്തിൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും മാപ്പ് പറഞ്ഞൊരു മനുഷ്യനാണ്. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ശ്രീബായ് ഇപ്പം എത്ര പ്രൊവോക്ഡായ ഈ വിഷയത്തിൽ ജസ്റ്റ് ഒരു ആഡ്, ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആഡ് 3 മാസം മുമ്പ് ഇറങ്ങിയതാണോ ഇത്രയും പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയെന്നൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു പോയി. പിന്നെ ഈ ഇൻ്റർവ്യൂ എനിക്കെന്തോ എവിടെയോ ഒരു വശപ്പശക്ക് തോന്നി. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം തന്നെ വരുന്നത് ഈ ഹർഭജൻ സിംഗിൻ്റെ കോൺട്രവേഴ്സി ചോദിച്ചിട്ടാണ്. അവിടെ മുതൽ തുടങ്ങാം. ശ്രീശാന്തിനോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഹർഭജനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും ശ്രീശാന്തും ബാജിയും ഹർഭജനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷെ ഒരു IPL മാച്ചിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഹർഭജൻ്റെ കയ്യിൽ നിന്ന് പോയി തന്നെ പറയാം. മലയാളി എന്നൊരു ആളായതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോൾ യൂസഫ് അലി സാറാണെങ്കിലും ശോഭ ബിൽഡേഴ്സ് ആണെങ്കിലും എവിടെയൊക്കെ നോക്കിയാലും ശശി തരൂർ സാർ ഇപ്പോഴും ഫുള്ളി റെസ്പെക്റ്റഡ് ആണ്. മലയാളികൾ ആ ക്യാച്ച് വേൾഡ് കപ്പിൽ ഒരു ക്യാച്ചിനെടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് SMS വരെ ആ ടൈമിൽ എന്തായിരുന്നു? മിസ്ബാഹുൽ-ഹഖ് forget the fact that there is a മലയാളി in every corner of the world. മിസ്ബാഹുൽ-ഹഖ് മറന്നുപോയി ലോകത്തിലെ എല്ലാ കോർണറിലും ഒരു മലയാളി ഉണ്ടെന്നുള്ള കാര്യം. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അതിപ്പോൾ ഡ്രസ്സിങ് റൂമിലാണെങ്കിലും ശരി, എവിടെയാണ് ചേട്ടൻ പണ്ടുതൊട്ട് തന്നെ അറിയാം, ആ ഒരു വാശി എൻ്റെ വേറെ ലെവലാണ്. അത് ബജ്ജിക്കും ആർക്കും ഇഷ്ടമല്ല. പക്ഷെ പുള്ളി മറന്നുപോയൊരു കാര്യം, ഞാൻ ഇതുപോലെ ഒരിക്കലും ബജ്ജിയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ സംസാരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ഇടയ്ക്ക് ഏതോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇടയ്ക്കും കൂടെ പുള്ളി അതിനെക്കുറിച്ച് ഒരു ആഡ് ഉണ്ടാക്കി, പുള്ളി പൈസ ഉണ്ടാക്കി, ഏതോ 80 ലക്ഷം 1 കോടി രൂപയ്ക്ക് എന്തോ. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ അതിൻ്റെ സ്റ്റോറി ഇടണം. ഞാൻ പറഞ്ഞു പൊറുക്കാം, മറക്കരുത്. ഒരു ആള് ഒരു തെറ്റ് നമ്മുടെ എതിരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫൊർഗീവ് ചെയ്യാം, പക്ഷെ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ആ സെയിം വ്യക്തി നമ്മുടെ അടുത്ത് വീണ്ടും ആ സെയിം തെറ്റ് ചെയ്യും. അതിനൊരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ പുള്ളിയാണ്. അത് ഒരു ഡൗട്ടും ഇല്ല. പുള്ളി ഇൻ്റർവ്യൂ ഇത് എനിക്കറിയാം, നമ്മളിപ്പോൾ മലയാളത്തിലാണല്ലോ അത് കൺവേർട്ട് ആകുമ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ ഓരോരോ വേർഡ്സ് എടുത്ത് ശ്രീശാന്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടി പറയാണ്, എനിക്കും പുള്ളിയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ എപ്പോഴും ഒരു ബ്രദറാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു കഴിഞ്ഞ ഒരു മാസം 2 മാസം മുമ്പ് എന്തോ ഒരു ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ പുള്ളിയെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് ഫൊർഗീവ് ചെയ്തോളൂ, അദ്ദേഹത്തിൻ്റെ എതിരെ എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യവുമില്ല. മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. പല ഇൻ്റർവ്യൂവിലും, അശ്വിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പുള്ളി എൻ്റെ മോളുടെ കുറിച്ച് കഥ പറഞ്ഞു, എനിക്ക് വിഷമമായി. ഇതൊക്കെ കാണുമ്പോൾ ആരും വിചാരിക്കും ഇതൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇന്ത്യ കളിക്കുമ്പോൾ തൊട്ടിപ്പ് വരെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വെറും അഭിനയമായിരുന്നു. ആ ഒരു അഭിനയം ശ്രീശാന്തിനെ പറ്റില്ല. ആ ഒരു വിഷയം കുറേ മലയാളികൾ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഒന്നോടെ ഞാൻ പറയുകയാണ്, അന്ന് ഞാൻ ബജ്ജിയെ തിരിച്ചു ചെല്ലിയിരുന്നെങ്കിൽ
അല്ലെങ്കിൽ ഒന്ന് ഉന്തിയിരുന്നെങ്കിൽ, ഞാൻ ഓൾമോസ്റ്റ് ഉന്താൻ പോയത്, പക്ഷെ ഭാഗ്യത്തിന് എന്നെ ബ്രെഡ്ലിയും ഓരോ കയറി എനിക്ക് പിടിച്ചു. ഇതുപോലെ ഇരിക്കുന്ന ഒരു പയ്യൻ അന്ന് ഒന്ന് പിടച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന മലയാളികളും അല്ലെങ്കിൽ അന്നത്തെ ടി വിയിൽ വരെ ഇരുന്ന് അവൻ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ട്. അവരോട് ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പം കുറച്ച് പവറൊക്കെ കേട്ടിട്ടുണ്ട്, അന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം എന്ത് പവർ ഇങ്ങനെ പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വരെ KCA ഇങ്ങനെ എടുത്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പവറിൻ്റെ കാര്യമൊന്നും പറയുന്നു വേണ്ട. ഇങ്ങനെ പറഞ്ഞല്ലോ, മലയാളികൾ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു ബജ്ജിയെ തിരിച്ചടിച്ചാണ്. ബജ്ജീനെങ്ങാനും അന്ന് തിരിച്ചടിച്ചിരുന്നെങ്കിൽ ശ്രീശാന്ത് മാസിക്ക ബാപ്പായിരുന്നു. മലയാളികൾ അങ്ങനെയാണ്, കിട്ടിയ തിരിച്ചു കൊടുക്കുന്ന ഒരുത്തനെ, ഇങ്ങോട്ട് ചൊറിഞ്ഞ ഒരുത്തനെ അങ്ങോട്ട് വേറൊരാൾ മാന്തി വിട്ടാൽ അതൊരു മലയാളിയും കൂടി ആവുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ശ്രീശാന്തിന് അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നറിയും. ആ അടിയും കിട്ടി അവിടെ കരഞ്ഞു നിന്ന സമയത്ത് ഓരോ മലയാളികളുടെയും മനസ്സിൽ തോന്നിയത് എന്താ പറയുക, കൊട്ടിക്കള ഹർഭജൻ സിംഗിൻ്റെ ചളക്കൊന്ന് ഇതന്നെയായിരിക്കും. എനിക്കൊക്കെ അന്ന് തോന്നിയിട്ടുണ്ട്, അടിച്ചൊരു 3 പൊട്ടിക്കണം. അന്ന് പിന്നെ ഹർഭജൻ സിംഗ് മറ്റാ വർഷമൊന്നുമില്ല. അന്ന് എന്തിന് അടിച്ച അടി എമ്മാതിരി അടിയിരുന്നു. ഞാൻ ആ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ആ വിഷ്വൽ കണ്ട ഓരോരുത്തർക്കും, ഇത് വിഷ്വൽ പിന്നെ അന്ന് ടെലികാസ്റ്റ് ചെയ്തില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ സാധനമൊക്കെ വന്നത്. ബട്ട് സ്റ്റിൽ ഹർഭജൻ സിംഗ് അടിച്ചതിന് ശേഷം ഹർഭജൻ്റെ ഒരു ക്ലോസപ്പ്, ഒരു അഗ്രഷൻ കാണിച്ചിരുന്നു. പിന്നെ ശ്രീശാന്തിൻ്റെ ഈ കരച്ചിൽ മലയാളികൾ മറക്കൂല. അതിനിപ്പോൾ മലയാളികൾ സപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളികൾ നിങ്ങൾ അങ്ങനെ പറയില്ല, നോ, അങ്ങനെ പറഞ്ഞു. അതാ കേസ് വന്ന സമയത്ത് മനസ്സിലായോ. അല്ലാതെ ഈ കേസിനൊന്നും മലയാളികൾ ശ്രീശാന്തിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ശ്രീശാന്ത് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റോങ് ആയിപ്പോയി. ബിക്കോസ് അത് ഞങ്ങൾ ഫാൻസിനോട് നിങ്ങൾ ഒരുമാതിരി നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലത്തെ ഒരു ഐറ്റമാണ് പറഞ്ഞു വെച്ചത്. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ആഡിൻ്റെ കാര്യം. ഹർഭജൻ സിംഗ് ഇനി ഒരു ബ്രദറും അല്ല, ഒരു കോപ്പും അല്ല, ഹർഭജൻ സിംഗുമായിട്ടൊരു ബന്ധവും ഇല്ല. ഹർഭജൻ സിംഗ് എന്ത് പരിപാടിയാണ് കാണിച്ചത്. ഹർഭജൻ സിംഗ് ഒരു ആഡ് അഭിനയിച്ചു, അതിൽ ഞാൻ ആ തല്ലുന്ന സാധനം വീണ്ടും എടുത്തു വെച്ചു എന്ന് പറയുന്നത്. ഈ ഹർഭജൻ സിംഗിൻ്റെ ആഡ് വന്നത് 3 മാസം മുമ്പ് ഫ്ലിപ്കാർട്ടിൻ്റെ ആഡാണ്. ഓക്കെ, ആ ഫ്ലിപ്കാർട്ടിൻ്റെ ആഡിനകത്താണ് ചാണ്ട ക്ലാസ് ബൈ ഹർഭജൻ സിംഗ് എന്ന് പറയുന്നത്. ഈ സൈഡ് കാണുന്ന ഐറ്റമാണത്. ഞാൻ അവിടെ സൗണ്ടിൽ പ്ലേ ചെയ്യുന്നില്ല. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്കാർട്ടിന് വേണ്ടി ഹർഭജൻ സിംഗ് ചെയ്ത ആ ഒരു ആഡ്. ഫ്ലിപ്കാർട്ടുകാർ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും പാജി 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 എന്ന് പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ അവരും വിചാരിച്ചു കാണും, ഹർഭജനും വിചാരിച്ചു കാണും, ഇതൊക്കെ കഴിഞ്ഞു പോയ ഒരു ഐറ്റം ഇല്ലേ. ജസ്റ്റ് ഇപ്പം എന്താ, കരിയർ ഇല്ല രണ്ടുപേർക്കും, കളിച്ച് തീർന്നു. രണ്ടുപേരും ലെജൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോ സൈഡിലായി. ഹർഭജൻ സിംഗിൻ്റെ വഴിക്ക് പോകുന്നു, ഇങ്ങനെ വഴിക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം ഈസ് ഡൗൺ ആയി. ഹർഭജനാണെങ്കിൽ കണ്ണ് കണ്ടോടത്തൊക്കെ കയറിയിട്ട് സോറി പറയുക, എല്ലാം എവിടെ കിട്ടിയാലും സോറി പറയുക. അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്ത് തീർത്തൊരു ഐറ്റം. അപ്പോൾ ഇതേപോലത്തെ ഒരു ആഡ് വന്നപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ സാധനം ഇട്ടിട്ട് പറഞ്ഞിട്ട് പോയി. ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ, ബ്രദർ ബന്ധത്തിൻ്റെ മുകളിലായിരിക്കണം ഈ ചങ്ങാതി വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നതാണ് ഹർഭജൻ മേ ബി അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ബട്ട് ശ്രീശാന്തിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അത് പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശ്രീശാന്ത് തന്നെ ഹർഭജൻ സിംഗും വൈഫും നടത്തുന്ന ഒരു പോഡ്കാസ്റ്റിനകത്ത്, അത് ബൈ ദ വേ അതും പറയണം, ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു വീഡിയോ ആഡ് റിലീസ് ചെയ്തത് 3 മാസങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് കഴിഞ്ഞ് 2 മാസം ഇപ്പുറം, 2 മാസം മുമ്പ്, ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പോൾ 2 മാസത്തിന് മുമ്പ് ഹൂസ് ദ ബോസ് എന്ന് പറഞ്ഞിട്ട് ഹർഭജൻ സിംഗിൻ്റെയും വൈഫിൻ്റെയും ചാനലിനകത്ത് ശ്രീശാന്തും വൈഫും പോയിട്ടുണ്ട്, എപ്പിസോഡ് നമ്പർ 6. അപ്പോൾ ആ ആഡ് ഇറങ്ങി 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പോഡ്കാസ്റ്റിന് ഷൂട്ട് നടന്നത്. അല്ലേ, ഞാൻ എൻ്റെ ഡൗട്ട് ചോദിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റിനകത്ത് മൂപ്പരും വൈഫും പോയിരുന്നിട്ടുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. ഇതിനകത്തും ഹർഭജൻ സിംഗ് ആ സിറ്റുവേഷൻ പറയുന്നുണ്ട്. പിന്നെ ലളിത് മോഡി മൈക്കിൾ ക്ലാർക്കും തമ്മിൽ നടന്ന ഒരു ഇൻട്രാക്ഷനകത്ത് ഇതിൻ്റെ വർത്താനം ഉണ്ടാവുന്ന വലിച്ചിടേണ്ട ആവശ്യം അവർക്കുണ്ടോ, നാട്ടുകാർക്ക് ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങളിപ്പോഴും ബ്രദേഴ്സാന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ തേമ്പി വർത്താനൊക്കെ ശ്രീശാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതൊന്നും തമ്മിൽ മാച്ച് ആവുന്നില്ല. മനസ്സിലായി. ഫ്ലിപ്കാർട്ടിൻ്റെ ആഡ് 3 മാസം മുമ്പ് വന്നത്, 2 മാസം മുമ്പ് ഹർഭജൻ സിംഗിൻ്റെയും വൈഫിൻ്റെയും പോഡ്കാസ്റ്റിൽ പോയിരുന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് എല്ലാം നിങ്ങൾ പറയും കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നാട്ടുകാർക്കാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നു. മൈക്കിൾ ക്ലാർക്കിനെ പറയുന്നു, ലളിത് മോദി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നു. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കൊന്നും ഒരു ഇതെന്തുവാണ് ഇത് എന്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് വരെ ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഹർഭജൻ സിംഗും വൈഫും ശ്രീശാന്തും വൈഫും ഉള്ള ആ ഒരു പോഡ്കാസ്റ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ വന്നത് ഞാൻ വെച്ചുതരാം. ये यहाँ है, ये आज अपनी फैमिली के साथ है, यू डिज़र्व दिस। और दूसरा मैं थोड़ा सा उस पर भी बात पे आना चाहता हूँ। बहुत बार ना आप सबको लगता है कि मैं और श्रीशांत दोनों
बहुत लड़ते हैं आपस में, वो आप लोगों ने एक इंसिडेंट देखा और जिसके बारे में मैंने जहाँ जहाँ आज तक बैठा हूँ, जिस जिस मंच पे गया हूँ, उसमें मैंने सिर्फ और सिर्फ माफ़ी मांगी। और मुझे किसी ने भी पूछा तो कि लाइफ में एक चीज़ का रिग्रेट है, तो मैं कहता हूँ हाँ, ये एक चीज़ का रिग्रेट है कि जो उस दिन इंसिडेंट हुआ वो नहीं होना चाहिए था। और बट उस चीज़ से जैसे श्री ने लाइफ में बहुत कुछ सीखा, मैंने बहुत कुछ सीखा है कि मुझे समझ आया कि यार ये नहीं होना चाहिए था। द प्रॉब्लम इज़ मी एंड हिम वी सॉर्टेड आउट द सेम नाइट। जिस दिन ये हमारी झगड़ा हुआ वो उस दिन का फ्रैक्शन ऑफ सेकंड का, वो आज 18 साल के बाद एक ऐसा इंसान जो अपने आप को बड़ा फन्ने खान समझता है, बाहर बैठ के वीडियो लीक करता है, कहता है कि ये मेरे पास पड़ी थी। That one Australian cricketer. How did he? मतलब अपनी चीप पब्लिसिटी के लिए आप किस हद तक गिर सकते हो, आप ये नहीं देखते हो कि उस परिवार के ऊपर क्या बीतेगी। ही इज़ गॉन थ्रू अ लॉट, आई हैव गॉन थ्रू अ लॉट, एंड आई डोंट वांट पीपल टू रिमेंबर अस लाइक कि हम लोग ना जैसे जानी दुश्मन है। वो स्टोरी इतना है कि बज्जीपा ने जो भी किया बड़े भाई की जगह पे खड़े होके प्रॉपर दिया। अभी इस इंसिडेंट के बारे में आप जो करना है कर लो, जो सोचना है सोच लो, हमें इतना बोलना है, he is my elder brother, he's got all the right, his kids play with our kids, भाभी they are all sisters and everybody, genuinely इतने सारे टाइम अगर आपके पास है, थोड़ा इन्वेस्टमेंट करो आपकी अपनी फैमिली में, lots of love। बिल्कुल അത് ശരി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൽഡർ ബ്രദറാണ് എനിക്ക് തന്ന അടി എൽഡർ ബ്രദർ അടിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു പോയ ഒരാൾ ഇപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു എന്താ പറയുക ഒരു ആഡ് കണ്ടപ്പോഴത്തേക്ക് അത് വിറ്റ് ഹർഭജൻ സിംഗ് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇപ്പോൾ വന്നിരുന്നിട്ട് വേറെ എന്തോ വിളിച്ച് പറയും. യാറിങ്ക നീങ്ക മനസ്സിലാവുന്നില്ല. അന്യനാ അമ്പിയ റമോയാ എന്താ വേർഷൻ എന്നുള്ളതൊരു പിടുത്തം കിട്ടേണ്ട ഒരു മനുഷ്യൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി തിരികെ കത്തിച്ച് വിട്ടതെന്നുള്ളതൊരു പിടുത്തമല്ല. വൈദവേ ഹർഭജൻ സിംഗ് അശ്വിൻ്റെ പോഡ്കാസ്റ്റ് പോയിരുന്ന സമയത്ത് പറഞ്ഞത് കേൾക്ക്. बट जो चीज मुझे हर्ट करी ना, बड़े सालों बाद मैं उसकी डॉटर को मिला और मैं उसको बड़े प्यार से बोल रहा हूँ, हेलो बेटा। शी सेड आई डोंट वांट टू टॉक टू यू, यू हिट माय फादर। मेरा मन टूट गया, दिल टूट गया यार। आई स्टार्टेड मेरा रोना आ गया यार कि अब उस बच्चे के लिए मैंने क्या छाप छोड़ दी है यार। शी इज थिंकिंग दैट कि ये बंदा कैसा है, इसने मेरे फादर को मारा है। सो आई फील कि मुझे वो इतना खराब लगा ना, मैं आज भी बोलता हूँ बेटा आई एम सो सॉरी, आई कांट डू एनीथिंग। इफ आई कैन डू एनीथिंग टू मेक थिंग्स बेटर where you feel that I'm not like that kind of a person, please tell me। तो आज मैं चाहता हूँ वो बच्ची जब बड़ी हो वो कभी भी ये ना सोचे कि उसका अंकल ऐसा है। उसका अंकल will always be with her, will be with her to give any kind of support whatever I can। So I want to remove that। കണ്ടാ എല്ലാ സ്ഥലത്തും കുട്ടിക്കുണ്ടായ വിഷമം, ആ കുട്ടി പറഞ്ഞതിൽ നിന്നുണ്ടായ വിഷമം, അച്ഛനെ തല്ലിയ അങ്കിളല്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അതിന് മുകളിലുള്ള റിഗ്രറ്റ്. എടാ ഇത് മാറി മാറി പറയുന്നുണ്ട്. ഈ ഹർഭജൻ സിംഗ് എവിടെയൊക്കെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ ക്വസ്റ്റ്യനും വരുന്നുണ്ട്, അവിടെയൊക്കെ മാപ്പും ചോദിക്കുന്നുണ്ട്. ഈവൻ ശ്രീശാന്ത് ആണെങ്കിൽ പോലും ബീർ വൈസിപ്സിൻ്റെ അവിടെ പോയിരുന്ന സമയത്ത് അവിടെ ഇത് ചോദിക്കുമ്പോൾ എൻ്റെ എൽഡർ ബ്രദറാണ്, എൻ്റെ ബാജിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആഡ് കണ്ടപ്പോഴത്തേക്ക് ഇത് ഫ്ലിപ്പായ മൊത്തത്തിൽ. ആ ഒരു ആഡിൻ്റെ മുകളിലെല്ലാം പോയാൽ അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ മനുഷ്യന്മാർ എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ല ഹിന്ദി ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും അപ്പോൾ ഹിന്ദി ഇൻ്റർവ്യൂവിൽ റീച്ചിന് വേണ്ടിയിട്ട് പാജിനായിട്ട് ഒരു കുഴപ്പമില്ലാതുകൊണ്ട് തിരിച്ചു പോരുക. മലയാളത്തിലായപ്പോഴത്തേക്ക് പിന്നെ ആ കുഴപ്പമുണ്ടെന്നാവുക. അതും ആഡ് വന്ന ടൈമിംഗ് ഒന്നും 3 മാസം മുന്നുള്ള ആഡ്, 2 മാസം മുന്നുള്ള പോഡ്കാസ്റ്റ് കഴിഞ്ഞിപ്പോൾ പോഡ്കാസ്റ്റ് മുന്നേ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തതാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഇത്രയും വിഷയങ്ങളുണ്ടായി, ഒരു ആഡ് ചെയ്തതിന് മുകളിൽ ഇനി ആ വിഷയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ഷമിക്കാം, മറക്കരുത് എന്നുള്ള ടേംസിലൊക്കെ പോവും. ബാക്കി ഇനിയുണ്ട്. ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ചേട്ടൻ പറ. അന്ന് ഞാൻ അദ്ദേഹത്തിനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഉന്തിയിരുന്നെങ്കിൽ ഞാൻ അന്ന് ലൈഫ് ബാനാണ്. എസ് ഓർ നോ? മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം. ഞാൻ അന്ന് കരഞ്ഞതിന് കൈതപ്രൻ സാർ വരെ എൻ്റെ ഒരു കവിത എഴുതിയിരുന്നു, പിഞ്ചു മനസ്സു പോലെ കരയുന്നു ശ്രീശാന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ അതിലും കളിയാക്കി. കൈതപ്രസാദിന് നന്ദിയുണ്ട്. കാരണം ആ ടൈമിൽ ഇതുപോലെ ഒരു വ്യക്തിക്ക് ഇന്ത്യ കളിച്ച് ചേട്ടൻ പറയും ഇതൊക്കെ ഹെയ്ഡനെയും ഗിൽക്രിസ്റ്റിനെയും ഒക്കെ ഔട്ടാക്കി ശ്രീശാന്താണ് ഈ കരഞ്ഞത്.
അപ്പം ചേട്ടൻ ആലോചിക്കുമോ നോക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷം എന്തായിരിക്കും ആ ടൈമിൽ. പക്ഷേ ഇതിന് സിമ്പതിക്ക് വേണ്ടി പറഞ്ഞതല്ല, ഞാനിത് പറയാനുള്ളത് കാരണം ഇൻസ്പിറേഷന് വേണ്ടിയാണ്. ഇതിലൊന്നും നമ്മൾ തീർന്നില്ല മോനെ. ഇതൊക്കെ ചെയ്തിട്ടും ആ കൊല്ലം ആരായിരുന്നു ഹാസ് ടു വിക്കറ്റ് ടേക്കർ? സോഹേൽ തൻവീറും ഷെയ്ൻ വോണും ഫൈനലിൽ 3 വിക്കറ്റ് എടുത്ത് അവർ മുമ്പിൽ പോയി. ഞാനായിരുന്നു സെക്കൻഡ് ഹയസ്റ്റ്. ഷെയ്ൻ വോൺ ഇൻഫാക്ട് ലേറ്റ് ഷെയ്ൻ വോണിൻ്റെ എൻ്റെയും സെയിം ആയിരുന്നു തോന്നുന്നു. സോഹേൽ തൻവീർ വാസ് 1 വിക്കറ്റ് മോർ. എന്തായാലും ഫൈനലിൽ അംബാനി അവരുടെ കൂടെയൊക്കെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കളി കാണുമ്പം 4 മാച്ചിൽ 0 വിക്കറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് ബജ്ജിയുടെ തല്ലും മേടിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ടൈമിൽ ബജ്ജി പുറത്തായി. ഞാൻ ആ കൊല്ലം ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ്. ഏത് ലെജൻസ് മൊത്തമുള്ള ഷെയ്ൻ വോൺ ഉൾപ്പെടെ ലെജൻസ് യു നെയിം. IPL ഫസ്റ്റ് 2008 IPL കുറിച്ച് നിങ്ങളൊന്ന് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഒന്നും നുണ പറയാൻ പറ്റില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ ടെന്നീസ് ബോൾ കളിച്ച് ക്രിക്കറ്റ് ബോൾ കളിക്കും, ക്ലബ് ക്രിക്കറ്റ് കഴിയുമ്പോൾ അച്ഛനടുത്ത് പറയാം, അച്ഛാ മോനെ എത്ര റൺ അടിച്ചു? ഇന്ന് അച്ഛാ 2 റണ്ണ് 100 മിസ്സായി. അച്ഛനറിയില്ലല്ലോ. അതുപോലെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇടയ്ക്കൊരു തമാശ പറയുന്നുള്ളൂ. ഇതിലൊന്നും നമ്മൾ തോക്കരുത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബജ്ജിയെക്കുറിച്ച് ചേട്ടൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് കാര്യമില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങേർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങേർക്ക് എന്തോ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും അയാൾ പോയിട്ടല്ലേ കളിയാക്കിയ പോലെ ഒരു മറ്റേ ആഡ് ചെയ്തില്ലേ, അപ്പോൾ അയാൾ നുണയല്ലേ കാണിക്കുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു വേണം, അത് മനസ്സിൽ കയറിയതായിരിക്കണം. ബട്ട് സ്റ്റിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പോൾ എങ്ങനെയൊക്കെയാണോ ബാക്കി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ അതുപോലെ ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു ഇങ്ങേർക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അത് ചെയ്തില്ല. ഇങ്ങനെ വീണ്ടും ഈ സാധനം എടുത്തു വെച്ച് ഇനി ബജ്ജീനായിട്ട് ഒരു ബന്ധവും ഇല്ല, ഹർഭജൻ സിംഗ് അങ്ങനെ ഒരുത്തനല്ല, ഫേക്കാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ മൊത്തം നോക്കിയാൽ മതി, എനിക്ക് എന്തൊക്കെയോ ഒരു വിഷയം പോലെ തോന്നി ഈ ഇൻ്റർവ്യൂവിനകത്ത്. ഇത് ശ്രീശാന്ത് അല്ലേ ഇത്? എനിക്ക് അങ്ങനെ ഒരു സംശയമൊക്കെ തോന്നി. കാരണം എനിക്കറിയുന്ന ഒരു ശ്രീബായോ ശ്രീശാന്തോ ഇങ്ങനെയൊന്നും അല്ല. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ല. മനസ്സിലായോ? എന്തൊക്കെയോ ഉണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് മുരളി വിജയ്. വേറെ എന്തിനാണ് ചേട്ടൻ? നമ്മുടെ എന്താ ചേട്ടനല്ലേ, ഇത് പുറകെ നിൽക്കുന്ന പയ്യന്മാരില്ലേ, പിന്നെ മലയാളി ഇല്ലേ. ഇപ്പം നമ്മുടെ ആരെന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് എവിടെയൊക്കെ പോയാലും സൂര്യവംശി 15 വയസ്സല്ലേ ഉള്ളൂ. എല്ലാവരും മറന്നില്ലേ? വിരാട് കോഹ്ലി വരെ കളിച്ച മാച്ച് അറിഞ്ഞില്ലേ? ആ മാച്ചിൽ വിരാട് കോഹ്ലി ഇത് സ്പീഡില്ലേ, ഐഷോ സ്പീഡ് പറഞ്ഞത് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ പോലെ പോയി വിരാട് കോഹ്ലിക്ക് എന്ത് ചെയ്തത്? ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ സീനുണ്ട് ഈ ഇൻ്റർവ്യൂക്ക്, അത് വേറെ കാര്യം. പറഞ്ഞു വിരാട് കോഹ്ലി പോട്ടെ. സംഗതി ഇങ്ങേര് ഭയങ്കര ഒരു പാവം മനുഷ്യനാണ്. പാവം മനുഷ്യൻ മീൻസ് പഞ്ചപാവമാണ് ഇങ്ങനെ ഈ ആ ബോൾ എറിഞ്ഞിട്ട് കാണിക്കുന്ന അഗ്രഷൻ മാത്രമേ ഉള്ളൂ. ലൈഫിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലെജൻഡാണ്, നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ലെജൻഡ് തന്നെയാണ് ക്രിക്കറ്റിൽ. വേറെ ഒന്നും പറയാനില്ല ഇങ്ങേരെ കുറിച്ച്. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങേരുടെ പവർ അറിയില്ല, അതാണ് ഇങ്ങേരുടെ പ്രശ്നം. പവർ അറിയാത്തതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയിട്ട് സൈഡാക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് പേഴ്സൺ, ഗുഡ് ഹ്യൂമൻ ബീങ്. കളിച്ചിരുന്ന സമയത്തൊക്കെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന തന്നെ, ഞാൻ ആൾക്കാരെ പേരൊന്നും പറയില്ല, എനിക്കറിയുന്ന ഒരു വയനാട്ടിലൊരു പയ്യനൊക്കെ ഇങ്ങനെ എടുത്ത് സ്പോൺസറൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങനെയാണ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ കരിയറിനകത്തും കുറേ സീനുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെയും കുറേ ഡിസിഷൻസ് ഇങ്ങനെ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതിയേ ഉള്ളൂ. അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നോക്കപ്പോൾ സച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്, സച്ചിൻ മെസ്സേജിനെ കുറിച്ച് പറയുന്നുണ്ട്, സച്ചിൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ പാർട്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ ഹർഭജൻ സിംഗുമായിട്ടുള്ള ഈ ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞു പോയൊരു ഐറ്റം വീണ്ടും മൂപ്പർ എടുത്തു വെച്ച് ഇത് കത്തിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫ്യൂവൽ ചെയ്ത പോലത്തെ ഒരു ഐറ്റം പോലെ തോന്നി. ഒന്നാമതെന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. നമ്മളൊക്കെ എല്ലാത്തിനും വിട്ടിപ്പോൾ എസ്പെഷ്യലി ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നിർത്തി പോരുമ്പോൾ ആ പ്രൊഫഷനിൽ ആരുമായിട്ട് ഒരു ഗ്രഡ്ജോ സാധനവും വെക്കാതെ എല്ലാവരുമായിട്ട് ഒരു ഹായ് ബൈ ബന്ധം വെച്ച് തിരിച്ചു പോരുക എന്നുള്ളത് ഒരു സേഫ് സോൺ പിടിക്കലാണ്. ഇതിപ്പോൾ വീണ്ടും വള്ളിയൊടിച്ച പോലെ തന്നെ ആയിപ്പോയി. മനസ്സിലായോ? ഹർഭജൻ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കില്ലെന്ന് നമുക്കറിയാൻ പാടില്ലേ.
ഹർഭജൻ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഹർഭജൻ എനിക്ക് വളരെ ജെന്യൂനായിട്ട് വന്നിരുന്ന് മാപ്പ് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങേരാണ് ശരിക്കും ബാക്കി ഹിന്ദി ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്നിട്ട് ഇല്ല ഹർഭജൻ പാജിയാണ് എൻ്റെ അർദൽ ബ്രദറാന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളത്തിലൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ നേരെ ഉൾട്ടടിച്ചത് ഇല്ലേ. ഇങ്ങനെ നേരെ തിരിഞ്ഞ് എന്താന്ന് വെച്ചപ്പോൾ ഒരു ആഡ് ചെയ്തപ്പോൾ ആ ആഡ് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഹിന്ദി പോകുമ്പോൾ തിരിച്ച് പറയുമോ പറയാൻ പറ്റില്ല. വിരാട് ഉള്ളി